Okay, we are given a graph of a function. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എ എന്ന ഇന്റർവൽ തൊട്ട് ബി എന്ന ഇന്റർവലിന്റെ അകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മീൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇയാളുടെ എന്താണ് ക്രിട്ടിക്കൽ മീൻസ് അതല്ല, ഇയാളുടെ റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയൊക്കെ റിലേറ്റീവ് എക്സ്ട്രീമമാണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പുള്ളിക്കാരനെ ഇച്ചിരി കൂർപ്പിച്ചാണ് വരച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഷാർപ്നെസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് അർത്ഥം. ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് അർത്ഥം. അത് നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ആ ഒരു പോയിന്റ് എത്തുമ്പോൾ അയാൾ കൂർത്ത് വരികയാണ്. അപ്പൊ കൂർത്ത് വരുന്ന അവിടെ നിങ്ങൾ ഡെറിവേറ്റീവ് വരയ്ക്കുകയാണെങ്കിൽ, ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ടാൻജന്റ് വരും. ഇഷ്ടം പോലെ ടാൻജന്റ് ആണ് അവിടെ വരുന്നത്. ആ ജസ്റ്റ് കൂർത്തിരിക്കുന്ന സ്ഥലത്തുള്ള പ്രത്യേകതയാണത്. വി ക്യാൻ ഡ്രോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് ഓർ ഷാർപ്പ് എഡ്ജ്. ഷാർപ്പ് എഡ്ജിൽ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടാൻജന്റ് വരയ്ക്കുകയും അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ലോപ്പ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് യുണീക്കായി എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അവിടെ ഡെറിവേറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഡെഫിനിഷൻ. അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഇല്ലാത്ത പോയിന്റ് ആണ്. നിങ്ങൾ ഈ കാണുന്നത് ഡെറിവേറ്റീവ് ഇല്ലാത്ത ഒരു പോയിന്റ് ആണ്. അത് ശ്രദ്ധിക്കണം. ഡെറിവേറ്റീവ് ഇല്ലാത്തൊരു പോയിന്റ് ആണ്. പക്ഷെ അവിടെയും നിങ്ങൾ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു റിലേറ്റീവ് മാക്സിമം സംഭവിക്കുന്നുണ്ട്. റിലേറ്റീവ് എക്സ്ട്രീമം അവിടെ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതായത് ഡെറിവേറ്റീവ് ഇല്ലാത്ത പോയിന്റിൽ പോലും റിലേറ്റീവ് എക്സ്ട്രീമം സംഭവിക്കുന്നുണ്ടെന്ന് സാരം. ഡൺ. അപ്പൊ ഇതാണ് ഒരു പർട്ടിക്കുലർ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ് മാക്സിമം സംഭവിക്കുന്ന സ്ഥലത്ത് ഞാൻ ടാൻജന്റ് വരച്ചു. റിലേറ്റീവ് മിനിമം സംഭവിക്കുന്ന സ്ഥലത്ത് ഞാൻ ടാൻജന്റ് വരച്ചു. ഇവിടെ എനിക്ക് ടാൻജന്റ് വരയ്ക്കാൻ കഴിയില്ല, കാരണം അവിടെ ഡെറിവേറ്റീവ് ഇല്ല. ഇവിടെയും ഞാൻ ടാൻജന്റ് വരച്ചു. ഓക്കെ, എന്താണ് ഈ ടാൻജന്റുകൾക്കെല്ലാം കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്ന് നോക്കി പറയാമോ? ഈ ടാൻജന്റുകൾക്കെല്ലാം കോമൺ ആയി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് നോക്കി പറയാമോ? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഈ ടാൻജന്റുകൾക്ക്, ഞാൻ വരച്ച ടാൻജന്റുകൾക്കെല്ലാം എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ലേ? ഇല്ല സർ. അവരെല്ലാവരും എക്സ് ആക്സസിന് പാരലൽ ആണെന്ന് തോന്നുന്നുണ്ടോ? നോക്ക്, അതെല്ലാം എക്സ് ആക്സസിന് പാരലൽ അല്ലേ? ആണല്ലോ. അതെ. എക്സ് ആക്സസിന് പാരലൽ ആകുമ്പോ അയാൾ എക്സ് ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? എക്സ് ആക്സസിന് പാരലൽ ആകുമ്പോൾ അയാൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 180 ഡിഗ്രി. 180 ആണോ? 0 എന്ന് പറയാം. 0 ആയിക്കൂടെ? പാരലൽ ആകുമ്പോ 0 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കാമല്ലോ അല്ലേ? അപ്പൊ 0 ഡിഗ്രി ഉണ്ടാക്കുന്നു. 0 ഡിഗ്രി. ആ ആംഗിളിന്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് കിട്ടുമല്ലോ. സ്ലോപ്പ് കിട്ടും. അപ്പൊ ടാൻ ഓഫ് 0 എന്താണ്? 0. അപ്പൊ സ്ലോപ്പ് എന്താണ്? 0. അപ്പൊ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. അതായത് ഡെറിവേറ്റീവ് എന്തായി? 0 ആയി. 0 ആയി കഴിഞ്ഞു. അതായത് റിലേറ്റീവ് എക്സ്ട്രീമംസ് നടക്കുന്ന പോയിന്റില് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. റിലേറ്റീവ് എക്സ്ട്രീമംസ് നടക്കുന്ന പോയിന്റില് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേഷനറി പോയിന്റ്. സ്റ്റേഷനറി പോയിന്റ്സ്. ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേഷനറി പോയിന്റ്. ഇത് ഡെഫിനിഷൻ ഉള്ള ഒരു വകുപ്പാണ്. കാര്യമായി പഠിക്കുക. A point at which f dash of x is 0 is called the stationary points. പക്ഷെ സ്റ്റേഷനറി പോയിന്റ്സ് കണ്ടുപിടിച്ചെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിലേറ്റീവ് എക്സ്ട്രീമംസ് എല്ലാം കിട്ടൂല. കാരണം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് എന്താണ്? നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു?
ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിലെല്ലാം ഡെറിവേറ്റീവ് ഇല്ല. ഈ പോയിന്റിലെല്ലാം ഡെറിവേറ്റീവ് ഇല്ല. ഈ പോയിന്റിൽ ഡെറിവേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റിലേറ്റീവ് എക്സ്ട്രീമംസ് ഒന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. റിലേറ്റീവ് എക്സ്ട്രീമ ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഇവിടെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. ഡെറിവേറ്റീവ് എടുത്തിട്ടല്ലേ അത് സീറോക്ക് ഇക്വേറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ. അതായത് ഇവിടെ ഡെറിവേറ്റീവ് ഇല്ല. അപ്പോ നമ്മള് ഈ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റുകളിൽ ഈ കുഴപ്പം വരുന്നത് നമ്മൾ കണ്ടല്ലോ. ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റുകളിൽ ഈ കുഴപ്പം വരുന്നത് നമ്മൾ കണ്ടു. അപ്പോ പോയിന്റ്സ് where f is not differentiable. f ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്, പോയിന്റുകളും കൂടെ നമ്മൾ കൺസിഡറേഷനിൽ കൊണ്ടുവരണം. കാരണം അവിടെ റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കാം. അതുകൊണ്ട് ആ ഒരു പോയിന്റ് കൂടെ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ സ്റ്റേഷനറി പോയിന്റും ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റും കൂടെ ചേർന്ന് ഉള്ള പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ശ്രദ്ധിക്കുക, ഡെറിവേറ്റീവ് സീറോ ആകുന്ന പോയിന്റുകൾ ഞാൻ എടുക്കുന്നതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവിടെ റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആകുന്ന പോയിന്റുകളെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. ആ പോയിന്റുകളെ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആകുന്ന പോയിന്റുകളെ സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയും. പക്ഷെ റിലേറ്റീവ് മാക്സിമം മിനിമം സംഭവിക്കുന്നത് സ്റ്റേഷനറി പോയിന്റുകൾ മാത്രം ആയിരിക്കില്ല. ഡെറിവേറ്റീവ് ഇല്ലാത്ത പോയിന്റുകളിലും റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കുന്നത് നമ്മൾ ഫിഗറിലൂടെ കണ്ടു. അതായത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റുകളിലും പ്രത്യേകതയുണ്ട്. അപ്പൊ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റുകളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആകുന്ന പോയിന്റുകളും എഫ് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റുകളും കൂടെ ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. Critical points of a function f of x is the points where f dash of x is equal to 0 and the points where the derivative of the function does not exist. അതാണ് critical points. So done. Okay, stationary points in the critical point definition മനസ്സിലായല്ലോ? Yes, sir. കഴിഞ്ഞു. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റേഷനറി പോയിന്റ്സ് എല്ലാം ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പക്ഷെ ക്രിട്ടിക്കൽ പോയിന്റ് അല്ല, സ്റ്റേഷനറി പോയിന്റ് അല്ല. സ്റ്റേഷനറി പോയിന്റ് ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ മാത്രം മതി. ക്രിട്ടിക്കൽ പോയിന്റ് ആകുമ്പോൾ എന്താണ്, ഒന്നുകിൽ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആണോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കണം. ആ പോയിന്റ് ആണ് എന്ത്, ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ദ റിലേറ്റീവ് എക്സ്ട്രീമാസ് happen in critical points. ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് റിലേറ്റീവ് എക്സ്ട്രീമാസ് സംഭവിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റിലാണ്. ശരി, ഡൺ. അപ്പൊ നമ്മള് കാര്യത്തിലേക്ക് കടക്കുന്നു. പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ശരി, നമുക്കിനി ക്രിട്ടിക്കൽ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വേറെ ഒന്നും നമുക്ക് വേണ്ട. Find all critical points. Find all critical points. F of x is equal to x cube minus 3x plus 1. ശരി, ആദ്യം നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? അതായത് വേറൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാൽ മതി. ഈ ഇരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതെ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പോയിന്റുകളൊന്നും കാണില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കാം. 3x² - 3. ഡെറിവേറ്റീവിന് യാതൊരുവിധ കുഴപ്പമില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ആകുന്ന എപ്പോഴെന്ന് നോക്കിയാൽ മാത്രം മതി. സീറോ, അതായത് 3x² - 3 സീറോ ആകുന്ന എപ്പോ. 3 കോമൺ എടുക്കുന്നു,
എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. 3 0 ആവില്ല, എക്സ് സ്ക്വയർ മൈനസ് 1 ആയിരിക്കും 0 ആവുന്നത്. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ്, ഈ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 കഴിഞ്ഞു. അപ്പം എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ് നമ്മുടെ എന്ത് ക്രിട്ടിക്കൽ പോയിന്റ്സ്. എഫ് ഓഫ് എക്സ് is differentiable at, like f of x is differentiable at all points. Therefore critical points are x equal to 1 and x equal to minus 1. ഞാൻ പറയട്ടെ, ഈ ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും മാക്സിമം മിനിമം സംഭവിക്കുന്നത്. അതായത് എക്സിന് 1 കൊടുക്കുമ്പോഴോ എക്സിന് -1 കൊടുക്കുമ്പോഴാണ് ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ ഒക്കെ സംഭവിക്കാൻ പോകുന്നത്. ഡൺ. ഞാൻ അതിലേക്ക് എന്തായാലും കടക്കുന്നില്ല. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് തിരിച്ചറിയാം. അടുത്ത് ഫൈൻഡ് ഓൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x raised to 5/3 minus 15 into x raised to 2/3. ശരി, ഈ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റും. ഓക്കെ, ഓബ്വിയസ്ലി പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുക്കുന്നു. വേറെ അപകടങ്ങളൊന്നുമില്ല. ആദ്യമേ നമ്മൾ അപകടങ്ങൾ അനലൈസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. വേറെ അപകടങ്ങളൊന്നുമില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. 3 into 5/3 x raised to 5/3 minus 1 power 5/3 minus 1 2/3 minus 15 into 2/3 x raised to 2/3 minus 1 2/3 minus 1 minus 1/3. Simplification 5 into x raised to 2/3 minus 5 into 2 10 into x raised to minus 1/3. കണ്ടല്ലോ. ശരി, അപ്പോ നിങ്ങൾ ഇവിടെ അനലൈസ് ചെയ്യുക. ഇവിടെ ഒരു ചെറിയ കുഴപ്പം കിടപ്പുണ്ട്. നിങ്ങൾ എഫ് ഡാഷ് ഓഫ് എക്സ് സുഖമായിട്ട് എഴുതി, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ എഫ് ഡാഷോയില് ഒരു നെഗറ്റീവ് പവർ കിടക്കുന്നത് നിങ്ങൾ കാണണം. നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ അത് ഡിനോമിനേറ്ററിൽ വരാൻ സാധ്യതയുള്ള പവറാണ്. അതായത് ഞാൻ ഇയാളെ 5x raised to 2/3 minus 10/x raised to 1/3 എന്ന് എഴുതാം. എന്നിട്ട് ഞാൻ ഇയാളെ ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into x raised to 2/3 plus 1/3 3/3 1 minus 10/x raised to 1/3 എന്നാവും ഈ ഫംഗ്ഷൻ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഇതാവും. നിങ്ങൾ മനസ്സിലാക്കുക, ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഈ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യൂല. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇതൊരു ഫ്രാക്ഷൻ പോലത്തെ ഫംഗ്ഷൻ ആണ്. റാഷണൽ ഫംഗ്ഷൻ. ഫ്രാക്ഷൻ പോലത്തെ ഫംഗ്ഷൻ ആണ്. ഇവിടത്തെ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ, അതായത് ഇവിടത്തെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യൂല. അതായത് at x is equal to 0, f dash of x does not exist. f dash of x is equal to 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. x is equal to 0 എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അത് മനസ്സിലായോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്? ഓക്കെ, ഡൺ. അപ്പോ നമ്മൾ ആ ഒരു അപകടം ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്തു. അത് കണ്ടു വേണം പോകാൻ. അതായത് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഡെറിവേറ്റീവിന്റെ കാര്യം മാത്രമാണ് നോക്കിയത്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് നോക്കിയപ്പോ ഞാൻ എന്ത് കണ്ടുപിടിച്ചു? എക്സ് ഇസ് ഈക്വൽ ടു 0 പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു. എക്സ് ഇസ് ഈക്വൽ ടു 0 പ്രശ്നമുണ്ട്.
എക്സ് ഇസ് ഈക്വൽ ടു 0 പ്രശ്നമുണ്ട്. ശരി, ഇനി ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഈ ഒരു ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ അതിന്റെ ന്യൂമറേറ്റർ 0 ആണ്. അത് 0 ആവണമെങ്കിൽ ന്യൂമറേറ്റർ 0 ആണ്. അതായത് 5x ഈക്വൽ ടു 10. അതായത് x ഈക്വൽ ടു 10/5. ദാറ്റ് ഇസ് x ഇസ് ഈക്വൽ ടു 2. x ഇസ് ഈക്വൽ ടു 2. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 2. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 2. നമുക്ക് എന്തായാലും ഇയാളുടെ ഒരു ഫിഗർ ജിയോജിബ്രയുടെ സഹായം ഉപയോഗിച്ച് വരച്ചു നോക്കാം. ജിയോജിബ്രയുടെ സഹായം ഉപയോഗിച്ച് ഇയാളുടെ ഒരു ഫിഗർ എന്തായാലും നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് നമുക്ക് കിട്ടിയത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് റൈസ് ടു 5/3. 3 ഇൻറ്റു എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 3. 5 divided by 3 minus 15 into x raised to x raised to 2/3. നമ്മൾ ഫിഗർ വരച്ചു. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കിക്കോ. ഇവിടെ സത്യം പറഞ്ഞാല് 0 എന്ന പോയിന്റിൽ സംഭവിക്കുന്ന എന്താണെന്ന് നോക്കൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ കൂർപ്പ് സംഭവിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു കൂർപ്പ് 0യിൽ സംഭവിക്കുന്നുണ്ട്. കണ്ടോ? 0യിൽ എത്തുന്നില്ല തോന്നുന്നതാണ്. പക്ഷെ സൂം ചെയ്താൽ വീണ്ടും 0യിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോ. 0യിലേക്ക് സത്യം പറഞ്ഞാൽ എത്തുന്നില്ല. ശരി, വാട്ട് എവർ ഇറ്റ് ഇസ്. ആ ഒരു കൂർപ്പ് എന്തായാലും 0യിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കിട്ടിയത്. പിന്നെ 2 നോക്കൂ. 2 എന്ന് പറയുന്ന പോയിന്റില് അത് ഏറ്റവും താഴെ പോയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് താഴെ പോയിരിക്കുകയാണ്. അപ്പൊ റിലേറ്റീവ് മിനിമം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ കൃത്യം 2 എന്ന പോയിന്റിൽ കണ്ട എക്സ്ട്രീമം എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കൃത്യം ഡൺ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫിംഗ് ടൂളിന്റെ ഒരു ഉപയോഗം. ആ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കാതെ ജസ്റ്റ് കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിച്ച കാര്യം ശരിയാണ്. എന്നാണ് തെളിയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള കഴിവായി ഡൺ. ശരി, ഇനി നമുക്ക് എന്തായാലും റിലേറ്റീവ് മാക്സിമവും റിലേറ്റീവ് മിനിമവും ഒക്കെ കണ്ടുപിടിക്കാനുള്ള സമയമാണ്. റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം ഒക്കെ കണ്ടുപിടിക്കാനുള്ള സമയമാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഡൺ. അതിലേക്കാണ് പോകുന്നത് നമ്മൾ. അപ്പൊ അതിന്റെ കാര്യത്തിലേക്ക് പോകുന്നു. അപ്പോ റിലേറ്റീവ്, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്താണ് ടെസ്റ്റ് എന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പേ എനിക്ക് ടെസ്റ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വേണം. ഞാൻ ആ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിൽ മാക്സിമം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. മാക്സിമം സംഭവിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോ മാക്സിമം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കുക. ഇതിന്റെ ലെഫ്റ്റ് സൈഡില് മാക്സിമത്തിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് നിങ്ങൾക്ക് കാണാം. അതേസമയം അതിന്റെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇവിടെ ഡിക്രീസിങ് ആണ്, ഇവിടെ ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആണെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇൻക്രീസിങ് ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, ഡിക്രീസിങ് ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0. കഴിഞ്ഞു.
അതായത് നിങ്ങൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റോ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ പോയിന്റിന്റെ ലെഫ്റ്റിലുള്ള, അപ്പം ഇതൊരു പോയിന്റ് കിട്ടുമല്ലോ, സേ എ എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിന്റെ ലെഫ്റ്റിലുള്ള വാല്യൂ എടുത്ത് ഡെറിവേറ്റീവിൽ കൊടുക്കുക. അത് ഗ്രേറ്റർ ദാൻ 0യും, അതായത് പോസിറ്റീവും. ഇനി ഇതിന്റെ അപ്പുറത്തുള്ള വാല്യൂ എടുത്ത് എഫ് ഡാഷിൽ കൊടുക്കുക. അത് നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, റിലേറ്റീവ് മാക്സിമം ആയിരിക്കും. നിങ്ങൾ കണ്ടു, ഇതിന്റെ ഇപ്പുറത്തെ ഇൻക്രീസിങ്, ഇപ്പുറത്തെ ഡിക്രീസിങ്. അതായത് ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ക്രിട്ടിക്കൽ പോയിന്റിൽ ലെഫ്റ്റിലുള്ള ഏതെങ്കിലും വാല്യൂ എടുത്ത് കൊടുത്തു നോക്ക്, എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവും. മറ്റേ അവിടെ ഇപ്പുറത്തെ സൈഡിലുള്ള ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവും ആണെങ്കിൽ ഉറപ്പിക്കാം ഇപ്പുറത്തെ സൈഡ് ഇൻക്രീസിങ്ങും മറ്റേ സൈഡ് ഡിക്രീസിങ്ങുമാണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിലെ മാക്സിമം ആണ് സംഭവിക്കുന്നത്. ഇനി അടുത്ത് ഒരു പോയിന്റിൽ മിനിമം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കർവ് ഇങ്ങനെയായിരിക്കണം വരേണ്ടത്. എ എന്ന് പറയുന്ന പോയിന്റിൽ മിനിമം സംഭവിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഒരു ഭാഗത്ത് അതായത് ലെഫ്റ്റ് സൈഡില് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആയിരിക്കും. ഈ സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, അതായത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. ഈ സൈഡ് ഡിക്രീസിങ്ങും ഈ സൈഡ് ഇൻക്രീസിങ്ങും. അതായത് നിങ്ങൾ ഈ പോയിന്റ് എടുക്കുന്നു, എ ഫിക്സ് ചെയ്യുന്നു, എ ക്രിട്ടിക്കൽ പോയിന്റ് ഫിക്സ് ചെയ്യുന്നു. ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് ഏതെങ്കിലും വാല്യൂ എടുത്ത് എഫ് ഡാഷിൽ കൊടുക്കുന്നു. എഫ് ഡാഷിലാണ് കൊടുക്കേണ്ടത്, അത് നെഗറ്റീവും. അതേസമയം ഇവിടെ നിന്നുള്ള വാല്യൂ എടുത്തിട്ട് എഫ് ഡാഷിൽ കൊടുക്കുന്നു, അത് പോസിറ്റീവും കിട്ടുകയാണെങ്കിൽ ഇവിടെ മിനിമം ആയിരിക്കണം സംഭവിച്ചിരിക്കുക. കാരണം ഇപ്പുറത്തെ സൈഡ് കുറഞ്ഞു വന്നിട്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ കൂടി പോവുകയാണ്. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മിനിമം ആയിരിക്കും. റിലേറ്റീവ് മിനിമം. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ്, if f dash of x has the same sign on the open interval extending to left and so as the right, then does not have a relative maximum. അതായത് ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള വാല്യൂ എടുത്ത് കൊടുക്കുമ്പോൾ സൈൻ ചേഞ്ച് ഇല്ല. അതായത് രണ്ട് സൈഡ് നെഗറ്റീവ്, രണ്ട് സൈഡ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോ. ക്രിട്ടിക്കൽ പോയിന്റ് എടുത്ത് കൊടുത്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റും റൈറ്റും നിങ്ങളെടുത്ത് ഡെറിവേറ്റീവ് കൊടുത്തിട്ട് സൈനിന് ചേഞ്ച് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമ ഇല്ല, മാക്സിമം ഇല്ല, മിനിമം ഇല്ല എന്നുള്ളതാണ് കൺക്ലൂഷൻ. അപ്പൊ നമുക്ക് റിലേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ എന്താണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇതാണ് കിടക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്. സപ്പോസ് ദാറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്രിട്ടിക്കൽ പോയിന്റ് എക്സ് നോട്ട്. ക്രിട്ടിക്കൽ പോയിന്റ് എക്സ് നോട്ടിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ആ ഒരു പോയിന്റിന്റെ ലെഫ്റ്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവും റൈറ്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവുമാണെങ്കിൽ റിലേറ്റീവ് മാക്സിമം സംഭവിക്കുന്നു. ഞാൻ ഫിഗറിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ വേർഡ്സിൽ എഴുതുന്നത്. ഇനി ലെഫ്റ്റിലെ എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവും റൈറ്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ റിലേറ്റീവ് മിനിമം സംഭവിക്കുന്നു. അതേസമയം എക്സ് നോട്ടിന്റെ രണ്ട് സൈഡിലും ചേഞ്ച് ഇല്ല, സെയിം സൈൻ ആണെങ്കിൽ എഫ് ഡസ് നോട്ട് ഹാവ് എ റിലേറ്റീവ് എക്സ്ട്രീമം. അവിടെ റിലേറ്റീവ് മാക്സിമം ഇല്ല, റിലേറ്റീവ് മിനിമം ഇല്ല. ഹെൻസ് ഡൺ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. ചോദിച്ചാൽ തെറ്റ് പറയാനും പറ്റില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾ ഇത് കാര്യമായി മനസ്സിലാക്കുക. ഞാൻ ഫിഗർ വെച്ച് പറഞ്ഞത് കൺസെപ്റ്റ് മനസ്സിലാവാനാണ്. കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേർഡ്സിൽ നിങ്ങൾക്ക് സുഖമായി എഴുതാവുന്നതേ ഉള്ളൂ, യാതൊരുവിധ പ്രശ്നവും ഇല്ല. ശരി, അപ്പൊ ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എടുക്കുന്നു. എന്താണ് ആദ്യം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ? എക്സ് ക്യൂബ് f of x is equal to x cube minus 3x plus 1 ആണ്. ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയത് 3x²
-3 ആണ്. നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു +or-1 ആണ്. +or-1 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ശരി, അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. ഞാന് നമ്പർ ലൈൻ എടുക്കുന്നു. -1 +1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ ആൾക്കാരെ മാപ്പ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? -1 ശേഷമുള്ള ഒരു വാല്യൂ -2, ഇതിന്റെ ഇടയിലുള്ള വാല്യൂ 0, ഇതിന്റെ ഇടയിലുള്ള വാല്യൂ 2. ആർബിട്രറി ചോയ്സ് ആണ്, ചുമ്മാ എടുക്കും. എന്നിട്ട് f' അകത്ത് -2 കൊടുത്തു. f' അകത്ത് -2 കൊടുത്തു. Therefore 3 into -2 square 4 ആണ്, -3. 12 - 3 9 ആണ്, പോസിറ്റീവ് ആണ്. ഇനി f'(0) കൊടുത്തു. f'(0) കൊടുത്തു. 3 into 0 -3, -3 ആണ്, നെഗറ്റീവ് ആണ്. f'(2) കൊടുത്തു. That is 3 into 4 -3, that is 9 ആണ്, ഗ്രേറ്റർ ദാൻ 0. അതായത് -1ന്റെ ലെഫ്റ്റിൽ പോസിറ്റീവും -1ന്റെ റൈറ്റിൽ നെഗറ്റീവ്. -1ന്റെ ലെഫ്റ്റിൽ പോസിറ്റീവും -1ന്റെ റൈറ്റിൽ നെഗറ്റീവും ആണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു, -1 ശേഷം ഡിക്രീസ് ചെയ്ത് തുടങ്ങി. അതായത് x ഈക്വൽ ടു -1 എന്ന് പറയുന്നത് റിലേറ്റീവ് മാക്സിമം ആണ്. റിലേറ്റീവ് മാക്സിമം ആണ്. റിലേറ്റീവ് മാക്സിമം ആണ്. ഇനി അടുത്ത 0 കൊടുത്തപ്പോ നെഗറ്റീവും അതിനുശേഷം 2 കൊടുത്തപ്പോ പോസിറ്റീവുമായി മാറി. f' നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അതായത് കുറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ കൂടി, കുറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ കൂടി. അതായത് x ഈക്വൽ ടു 1 സംഭവിക്കുന്നത് റിലേറ്റീവ് മിനിമം ആണ്. റിലേറ്റീവ് മിനിമം ആണ്. മിനിമം ഡൺ. റിലേറ്റീവ് മാക്സിമം ആൻഡ് റിലേറ്റീവ് മിനിമം കൺസെപ്റ്റ് ഡൺ. ഞാൻ പറഞ്ഞ കാര്യമാണ്. -1ന്റെ ഇപ്പുറത്ത് പോസിറ്റീവ്, ഇപ്പുറത്ത് നെഗറ്റീവ്. അതായത് -1 എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസിങ് ആയിരിക്കും സംഭവിക്കുന്നത്. ലെഫ്റ്റിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ്, റൈറ്റിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ്, ദാറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇനി 1ന്റെ ലെഫ്റ്റിൽ നെഗറ്റീവ്, റൈറ്റിൽ പോസിറ്റീവ്, therefore ഇറ്റ് ഈസ് ഡിക്രീസിങ്. അതുകൊണ്ട് റിലേറ്റീവ് മിനിമം ഡൺ. അത് നിങ്ങൾ നോക്കണേ. നമ്മൾ ഈ f'(x)ന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വെച്ചിട്ടാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് നേരത്തെ തീരുമാനിച്ചത്. അപ്പൊ ഏകദേശം നമ്മുടെ കാര്യങ്ങളല്ല. അതുപോലെ f'(x)ലെ ആ ഒരു കാര്യം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും കണ്ടുപിടിച്ചത്. അതായത് ഈ ഡെറിവേറ്റീവിലും സെക്കൻഡ് ഡെറിവേറ്റീവിലും ഒക്കെ നിന്ന് തന്നെ നമ്മൾ എപ്പോഴും കളിച്ചോണ്ടിരിക്കുകയാണ്. കൺസെപ്റ്റ് മനസ്സിലായില്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയിക്കും. കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, ഇൻക്രീസിങ് ഡിക്രീസിങ്, റിലേറ്റീവ് മിനിമം മാക്സിമം കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോവും. ഭയങ്കര കൺഫ്യൂഷനായി മാറും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത മറ്റേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താണ്? f(x) is equal to 3 into x⁻5/3 -15 into x⁻2/3. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 5x - 10 ഡിവൈഡഡ് ബൈ x⁻1/3 എന്ന് കിട്ടി. ക്രിട്ടിക്കൽ പോയിന്റ് x ഈക്വൽ ടു 0യും x ഈക്വൽ ടു 2ഉം കിട്ടി. ഇതാണ് അവസ്ഥ. അപ്പോ നമ്പർ ലൈൻ എടുക്കുന്നു, 0യും 2ഉം മാർക്ക് ചെയ്യുന്നു. 0യ്ക്ക് ശേഷമുള്ള ഒരു വാല്യൂ എടുക്കുന്നു. 0യ്ക്ക് ശേഷമുള്ള ഒരു വാല്യൂ എടുത്തു. അടുത്ത് 0യുടെയും 2ന്റെ ഇടയിലുള്ള ഒരു വാല്യൂ എടുത്തു. ഇനി 2ന് ശേഷമുള്ള ഒരു വാല്യൂ എടുത്തു. ഇവരെ എല്ലാവരെയും എനിക്ക് f' കൊടുക്കണം. അതായത് f'(-1) കൊടുക്കും. 5 into -1 -10 by -1/1/3. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിന്റെ സഹായം തേടാം. 5 into -1 is -5 -10 -1/1/3 is -1. ക്യൂബ് റൂട്ട് ഓഫ് -1 ആണ് -1/1/3. അപ്പൊ -1 തന്നെ കിട്ടും. -15 by -1 is 15, greater than 0, പോസിറ്റീവ് ആണ്. അതേസമയം f(1) കൊടുക്കുന്നു. അതായത് 5 into 1 -10 by 1/1/3. That is equal to 5 minus 10 is -5 by 1. നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0 ആണ്. ആൻഡ് ഫൈനലി f(3) കൊടുക്കുന്നു. 3. That is equal to 5 into 3 -10
divided by 3 raised to 1 by 3. That is 15 minus 10, that is 5 by 3 raised to 1 by 3. ഇത് നെഗറ്റീവ് ആവില്ല, ഇത് പോസിറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആവില്ല, ഇത് പോസിറ്റീവ് ആണ്, യാതൊരുവിധ സംശയവും വേണ്ട. അപ്പൊ യു ഗോട്ട് എ പോസിറ്റീവ് വാല്യൂ, അതായത് ഇത് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നോക്കുക, സീറോയുടെ ലെഫ്റ്റില് പോസിറ്റീവ്, അതായത് ഇൻക്രീസിങ്, സീറോയുടെ റൈറ്റില് നെഗറ്റീവ്, അതായത് ഡിക്രീസിങ്. അതായത് 0 എന്ന് പറയുന്നത്, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് റിലേറ്റീവ് മാക്സിമം. ഇനി 2ന്റെ ലെഫ്റ്റില് നെഗറ്റീവ്, അതായത് ഡിക്രീസിങ്ങും, 2ന്റെ റൈറ്റില് പോസിറ്റീവ്, അതായത് ഇൻക്രീസിങ്ങും. അതായത് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു പാർട്ടിക്കുലർ ഫിഗർ നോക്കാം. നമ്മൾ ആ ഫിഗർ ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. 0യിൽ നോക്കൂ, മാക്സിമം ആണ് സംഭവിച്ചത്. കൂടി വന്ന് അവിടെ എത്തിയിട്ട് വീണ്ടും കുറഞ്ഞു ആണ് മാക്സിമം. ഇവിടെ സംഭവിച്ചത് എന്താണ്? കുറഞ്ഞിട്ട് പെട്ടെന്ന് കൂടി, അതായത് മിനിമം. കഴിഞ്ഞു. 2ൽ മിനിമവും 0യിൽ മാക്സിമം. കണ്ട, എക്സ്ട്രീമം ആണെന്ന് അവർ 0 എക്സ്ട്രീമം ആണെന്ന് അവർ പറയുന്നു. എക്സ്ട്രീമം ആണ്, അവിടെയാണ് ഏറ്റവും വലിയ വാല്യൂ സംഭവിക്കുന്നതെന്ന് അവർ പറയുന്നു. ഡൺ. കാര്യം കഴിഞ്ഞു. കൺസെപ്റ്റ് ഓവർ. ശരി, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾക്കൊരു കൗതുകം തോന്നുകയാണ്, അവിടെയുള്ള വലിയ വാല്യൂ എന്താണെന്ന് തോന്നുകയാണെന്ന് വിചാരിച്ചു. അതായത് -1ല് റിലേറ്റീവ് മാക്സിമം സംഭവിച്ചെന്നല്ലേ പറയുന്നത്. ശരി, ആ വാല്യൂ എന്താണെന്ന് അറിയണം. ഫംഗ്ഷനിൽ എടുത്ത് ആ വാല്യൂ കൊടുത്താൽ മതി. f(-1) എടുത്ത് കൊടുക്കണം. അപ്പം -1³ -3 × -1 +1, അതായത് -1 +3 +1, that is equal to 3. അതായത് -1ല് ഒരു മാക്സിമം വാല്യൂ സംഭവിക്കില്ല. അത് ആരാണ്? 3 ആണ് മാക്സിമം വാല്യൂ. ഇനി x = 1ൽ ഒരു ചെറിയ വാല്യൂ, മിനിമം വാല്യൂ സംഭവിക്കുമല്ലോ. ഫംഗ്ഷനിൽ എടുത്ത് കൊടുക്കുക, 1 എടുത്ത് കൊടുക്കുക. 1³ -3 × 1 +1, അതായത് 1 - 3 +1, that is -1. അതായത് അവിടെ സംഭവിച്ച ചെറിയ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. -1 ആണ് അവിടെ സംഭവിച്ച ചെറിയ വാല്യൂ. ഇവരെ റിലേറ്റീവ് എക്സ്ട്രീമം വാല്യൂസ് എന്ന് പറയും. റിലേറ്റീവ് മാക്സിമം വാല്യൂ, റിലേറ്റീവ് മിനിമം വാല്യൂ. അതുപോലെ ഇവിടെ സംഭവിക്കാം കേട്ടോ, റിലേറ്റീവ് മാക്സിമം. അപ്പം ആ സംഭവിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? റിലേറ്റീവ് മാക്സിമം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ സംഭവിക്കുന്ന ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? നിങ്ങൾ ഫംഗ്ഷനിൽ എടുത്ത് കൊടുത്താൽ മതി 0. 3 × 0 -15 × 0. ഇനി ആ സംഭവിക്കുന്ന വലിയ വാല്യൂ 2 കൊടുത്താൽ വലിയ വാല്യൂ സംഭവിക്കുന്നതാണല്ലോ പറഞ്ഞത്. 3 × 2⁵3 -15 × 2⁵2/3 15 × 2⁵2/3. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിന്റെ സഹായം തേടാം. നമ്മുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഗ്രാഫിൽ കൃത്യമായ വാല്യൂ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ മിനിമം മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ -14.2866 എന്ന് തന്നിട്ടുണ്ട്. -14.2866. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ മിനിമം വാല്യൂ അതാണ്. -14 ഡൺ. കാര്യം. ഓക്കെ.